ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നെ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിൽ ഞാൻ കുറേ കാന്താരി നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ലിങ്ക്, അതൊന്ന് കയറി കാണാം. പിന്നെ എൻ്റെ ടെറസിൽ നട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാന്താരിയില് 2-3 തൈയില് നല്ലോണം കാന്താരി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിളവെടുപ്പാണ് കേട്ടോ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ നമ്മള് ഈ കാന്താരി എന്ന് പറയുന്നത്. അപ്പം ഈ ഷുഗർ പേഷ്യന്റിനും കൊളസ്ട്രോള് ഇങ്ങനെയുള്ളവർക്കൊക്കെ കാന്താരി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കാന്താരിക്ക് നല്ല വിലയാണുള്ളത്. കിലോ 500 രൂപ വരെ കിട്ടുന്നതാണ് ഈ കാന്താരി മുളക് എന്ന് പറയുന്നത്. ഇതിന് കൂടുതലായിട്ട് പരിചരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചട്ടിയിലായാലും തറയിലായാലും നട്ടു വളർത്താൻ പറ്റുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ മീൻ കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ ഇറച്ചി കഴുകിയ വെള്ളമോ അങ്ങനെ ഉള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലറി, നമ്മളെ ചാണകവും പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 3 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അത് ദിവസവും രാവിലെ പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 3 ദിവസം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തെളി 1 കപ്പ് എടുത്ത് നമ്മൾ പിന്നെ ആ 1 കപ്പിന് 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിന്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ് കേട്ടോ അത്. നല്ലതുപോലെ കായ് പിടിക്കാനും ഇതിന് നല്ല വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ആ ഒരു വളം. പിന്നെ മഴക്കാലത്ത് നമ്മൾ സ്ലറി അധികം ഒഴിച്ചു കൊടുക്കാത്തതാണ് നല്ലത്. എന്തായാലും അതിന് ചോട്ടിൽ നിൽക്കൂല, അത് ഒഴുകി അങ്ങ് പോകും. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ ആ ഒഴിച്ചത് മുഴുവനായിട്ട് പോകും. അപ്പം നമ്മൾ പൊടി രൂപത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പം കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും, ഉണങ്ങിയ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി നല്ലോണം പൊടിച്ചിട്ട് ഇതിന്റെ കടക്കൽ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് കടക്കൽ ഇട്ട് കൊടുക്കുക നല്ലതാണ്. പിന്നെ ഇതിന്റെ കടഭാഗത്തെ മണ്ണ് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ മണ്ണ് തറഞ്ഞു പോകാതെ നല്ല ഇളക്കമുള്ളതായിട്ടിരിക്കും. നല്ലോണം വേരോട്ടത്തിനും നല്ല സഹായിക്കും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാ. പിന്നെ ഇത് ആഴ്ചയിൽ 3 തവണയായിട്ട് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം, വിവേറിയ, സ്യൂഡോമോണസ് ഇങ്ങനെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കാന്താരിയും പിന്നെ വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. കീടങ്ങളെ തടയാനും സഹായിക്കുന്നതാണ് ഈ സ്പ്രേ മാറി മാറി ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിന് വരുന്ന പ്രശ്നമാണ് കുരുടിപ്പ് രോഗം. കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ മഴയായതുകൊണ്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കുരുടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് മുളകായാലും കാന്താരി ആയാലും നമ്മള് ഇതിന് വേഗം ബാധിക്കുന്ന ഒരു രോഗമാണ് കുരുടിപ്പ് രോഗം. അതിന് നമ്മൾ ഒന്നരാടം വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന് വരുന്ന രോഗമാണ് മഞ്ഞളിപ്പ് രോഗം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്യൂഡോമോണസോ അല്ലെങ്കിൽ നമ്മളെ കുമ്മായോ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനാണ് ആഴ്ചയിൽ 1 തവണ എങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ മഴയായതുകൊണ്ട് എന്തായാലും നമ്മള് ഒഴിച്ചു കൊടുത്തതൊന്നും നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ 1 തവണയെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മഴയില്ലാത്ത സമയത്ത് മാസത്തിൽ 1 തവണയല്ലേ നമ്മൾ കുമ്മായം അങ്ങനെ എന്തെങ്കിലും, സ്യൂഡോമോണസ് പിന്നെ മാസത്തിൽ 2 തവണയെങ്കിലും കലക്കി ഒഴിച്ചു കൊടുക്കും മഴയില്ലാത്ത സമയത്ത്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ 1 തവണ തന്നെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും
കുറച്ച് വലിപ്പമുള്ളതിൽ മാറ്റി നടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മള് ഈ ഡ്രം വാങ്ങിയിട്ട് 2 പകുതി ആക്കിയിട്ട് അതിലൊക്കെ നട്ടു കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ തറയിൽ നടുന്ന പോലെ തന്നെ നല്ലോണം വേരോട്ടും നല്ലോണം വളർന്നിട്ട് ഒരുപാട് നമ്മൾ ഈ വിളവെടുപ്പ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. നല്ല വലിപ്പം തൈ നല്ലോണം വളർന്ന് വലുതാവുകയും നമ്മൾ ഒരു തൈയിൽ നിന്ന് തന്നെ 1 കിലോ എങ്കിലും പറിച്ചെടുക്കാനും കഴിയുന്നതാണ് കേട്ടോ. പിന്നെ തറയിൽ നട്ടാലും നമുക്ക് നല്ല വിളവെടുപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ബാക്കില്, അപ്പം അവിടെ നടാൻ പറ്റില്ല കേട്ടോ. ഉച്ചിന്റെ ശല്യം കാരണം നടാൻ പറ്റാറില്ല. അപ്പം ഞാൻ ടെറസിലാണ് കേട്ടോ കൂടുതൽ നട്ടു വളർത്തുന്നത്. ഇനിയിപ്പോ ഈ ചട്ടിയിലുള്ളതൊക്കെ മാറ്റി നടാനായി നല്ലോണം വേരോടിയിട്ട് അതിന് വേര് വളരാൻ ഉണ്ടാവും. അപ്പം എന്തായാലും ഇത് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം കുറച്ച് വലിപ്പമുള്ള പാത്രങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തായാലും മാറ്റി നട്ടു കൊടുക്കുന്നതായിരിക്കും. അപ്പം തറയിൽ നടുന്നത് ഇതിനാങ്കാട്ടി ചട്ടിയിൽ നടുന്നതിനാങ്കാട്ടി നല്ലത് തറയിൽ തന്നെയാണ്. നമ്മൾ പിന്നെ ഒച്ചിന്റെ ശല്യം കാരണം നടാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഈ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നതൊക്കെ. പിന്നെ ഈ കാന്താരി കൂടുതൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗം എന്തായാലും ആകും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കാന്താരി കൂടുതൽ നട്ടു വളർത്തുന്നത്. നമുക്കെന്തെങ്കിലും പോക്കറ്റ് മണിക്ക് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം കൂടുതലൊന്നും ആയിട്ടില്ല. ഞാൻ ഇത് ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ. അപ്പൊ കുറച്ചേ കിട്ടൂ എന്തായാലും. അപ്പം ഇത് ഉള്ളത് പിന്നെ പറിച്ചെടുക്കാന്ന് വിചാരിച്ചു. കൂടുതൽ പഴുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പറിച്ചിട്ട് കാര്യമില്ല. സെയിൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് കൂടുതലൊന്നും ആവശ്യമില്ല. എന്തായാലും നമുക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി എന്തായാലും ഒരു 1/2 കിലോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ചെടുത്തിട്ട് ബാക്കിയെങ്കിലും നമുക്ക് സെയിൽ ചെയ്തൂടെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവയെ പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ പഴുത്തു കഴിഞ്ഞാൽ നമുക്കത് അവര് സെയിലിനായിട്ട് എടുക്കൂല. അവര് മുന്നേ പോയപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാന്താരി ഉണ്ടോന്ന്. അപ്പൊ ഇതില് ആയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഇതിന് കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാം പറിച്ചെടുക്കട്ടെ. ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടിട്ട് പിന്നെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ കൃഷി നല്ലോണം ടെറസിൽ നിറയെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിനായിട്ടുള്ള ചട്ടിയൊക്കെ ഓരോന്നേ ഒരുക്കിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ ഞാൻ തനിച്ചാണ് ഈ മണ്ണൊക്കെ മേലെ കയറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഓരോന്നേ ആയിട്ട് ഇങ്ങനെ ഫുൾ ടെറസ് നിറയെ എനിക്ക് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ അതാ ഒരു തൈയിൽ നിന്ന് എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റേ 1-2 ഒന്നും കൂടി പറിക്കാനുണ്ട് കേട്ടോ. അതും കൂടി പറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ വീഡിയോ കാണാം. അപ്പം 3 തൈയിൽ നിന്ന് ഇത്രയും വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാന്താരിമുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 10 തൈയെങ്കിലും ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പം ആ 3 എണ്ണയെ നല്ലോണം അത് ഞാൻ ഫസ്റ്റ് നട്ടതായിരുന്നു. അതിലാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനും കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാലും ഒന്നും ആവൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഉപ്പിലിടാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതാ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ച പോലെ
ഇവിടെയൊക്കെ മുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവാണ്ട് നോക്കണം. ഇതെല്ലാം നല്ല കാന്താരിയായി മാറും. അപ്പോൾ നമ്മൾ ഈ കാന്താരി പറിച്ചെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചു പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള പൂക്കളും എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് പിന്നെ പറിച്ചെടുക്കാനൊന്നും കിട്ടൂല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേ പിന്നെ പൊട്ടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ നിറയെ പൂവിട്ടിട്ടുണ്ട്. ചെറിയ കുരുടിപ്പൂ ഉണ്ട്. അതിന് ഞാൻ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മഴയില്ലാത്ത ടൈം നോക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പാട് മഴ പെയ്താൽ പിന്നെ ആ സ്പ്രേ ചെയ്തതൊക്കെ പോവുകയും ചെയ്യും. നമ്മൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വരുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കുന്നോണ്ട് നോക്കി നോക്കി മഴയില്ലാത്ത ടൈം കുറച്ച് അധികം മഴയില്ലാത്ത ടൈം ഉണ്ടാവൂലേ, അപ്പൊ ആ ടൈമിനൊക്കെ പോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇത് വിജയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് എന്റെ തക്കാളിയാണ് കേട്ടോ, ടെറസിൽ നട്ടത്. ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ കൃഷി ചെയ്യുമ്പോ ഒക്കെ ഞാൻ തക്കാളിയാണ് കൂടുതലും നട്ടു വളർത്തല്. പിന്നെ പച്ചമുളക്, ഇങ്ങനെയുള്ള പച്ചമുളകിലെല്ലാം നല്ല വിഷമടിച്ചിട്ടാണ് പുറത്തുനിന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. കറിവേപ്പില ഇതൊക്കെ വിഷമടിച്ചിട്ട്, നല്ലോണം വിഷമടിച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്നും പുറത്തുനിന്ന് ഒരിക്കലും വാങ്ങരുത് കേട്ടോ. ഈ പച്ചമുളക് കറിവേപ്പിലൊക്കെ നമ്മളെ വീട്ടിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇത് ഇവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മൂട് ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ ഈ തക്കാളിക്ക് മെയിനായിട്ട് വരുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട രോഗമാണ് കേട്ടോ. അപ്പൊ സ്യൂഡോമോണസ് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാല് പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് വഴുതനയാണ് കേട്ടോ. വഴുതന ഉണ്ട വഴുതനയാണ് ഞാൻ നട്ടത്. നമ്മളെ വീട്ടാവശ്യത്തിന് 2 മൂടോ 3 മൂടോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാം. പിന്നെ പയറുണ്ട്. പയറ് നമ്മൾ കുറെ പറിച്ചെടുത്തു. പിന്നെയും ഉണ്ടായിക്കൊണ്ടേ വരുന്നുണ്ട്. പയറാണ് കേട്ടോ. ഇവിടെയൊക്കെ നിപ്പുണ്ട്. ഒരുപാട് പയറുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടക്കിടക്ക് ഈ തക്കാളി നമ്മൾ എന്തെങ്കിലും ഈ ഉള്ളി തക്കാളി ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ വിത്ത് ഉണ്ടാവൂലേ, അതൊക്കെ മുളച്ചിട്ട് കുറേ തക്കാളി തൈ ഉണ്ടായിട്ടുണ്ട് ഇടക്കിടക്ക്. പിന്നെ ഇതാ നമ്മളെ പടവലം ഒക്കെ ഉണ്ട്. ഞാൻ കെണി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കായ്ച്ചക്കണി. പിന്നെ ഇതാ ഒരു ഹത്തക്ക ആയതാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ വീഡിയോ ഇടും. അപ്പൊ അതൊന്ന് കാണാം കേട്ടോ. അത് നമ്മൾ മുറിച്ച് കഴിക്കുന്നതൊക്കെ ചെറുതാണ്, എന്നാലും നല്ല മധുരവും നമ്മൾ വിഷടിക്കാണ്ട് കിട്ടുന്നതല്ലേ. അപ്പൊ നമ്മള് ടെറസിൽ തന്നെ ഉണ്ടാവുമ്പോ അത് നമുക്ക് നല്ലതല്ലേ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിലുണ്ടായിട്ടുണ്ട്. ഒന്ന് മുന്നേ ഒരു തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് 2ാമത്തെ തവണ ഒന്ന് ഉണ്ടായതാണ്. ഉണ്ടാവുമായിരിക്കും, കൂടുതൽ പിടിച്ചു കിട്ടും. പിന്നെ ഇത് നമ്മളെ അമ്പഴാണ്. അങ്ങനെ ബാക്കിയുള്ള കാന്താരിയൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും 1-2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ പറിക്കാനുണ്ടാവും. ഇതൊക്കെ വളർന്ന് വരുന്നല്ലുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയത് നല്ലത്. വിഷടിക്കാണ്ടുള്ളത് കിട്ടുന്നത് നല്ലതാണ്. ഓർഗാനിക് വളങ്ങൾ കൊടുത്തിട്ട് നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് നമ്മളെ ശരീരത്തിലുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ വിഷടിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിച്ചാൽ മാത്രമേ ഈ ക്യാൻസർ പോലുള്ള രോഗത്തെ തൊട്ടൊക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും പച്ചക്കറി നട്ടു വളർത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇത് വെണ്ടയ്ക്കൻ്റെ ഒക്കെ വിത്തിട്ട് ഇതാണ്. ഇതാണ് കേട്ടോ എൻ്റെ ടെറസിലെ കൃഷി. കുറച്ചേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. പിന്നെ കുറെ മണ്ണൊക്കെ മേലെ കൊണ്ടുപോകാനുണ്ട്. പിന്നെ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കാന്താരി. ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ ഉണ്ട് കേട്ടോ. തൂക്കി നോക്കിയപ്പോ 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വിളവെടുപ്പ് വീഡിയോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സപ്പോർട്ട് ചെയ്യാട്ടോ.